ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേ. അബുക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കേക്കൊക്കെ വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ അപ്പം കേക്കൊക്കെ വാങ്ങി ബീച്ചിൽ ആ ഒരു ബീച്ച് വൈബിൽ സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അങ്ങനെ ഒരു ബീച്ച് വൈബിൽ സെറ്റ് ചെയ്തതിൻ്റെ തീമൊക്കെ ഞാൻ എൻ്റെ വരുന്ന വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ബീച്ചിലൊരു പ്രപ്പോസിങ്ങിൻ്റെ അങ്ങനത്തെ ഒരു തീമിലാണ് ഞാൻ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കേക്കൊക്കെ വാങ്ങിയിട്ട് ബീച്ചിൽ പോയി സെറ്റ് ചെയ്ത് അങ്ങനെ ഫോട്ടോ എടുക്കും. അപ്പം ഞാൻ പയ്യോളിയിൽ പോയിട്ടാണ് കേക്ക് വാങ്ങാൻ പോകുന്നത്. കേക്ക് വാങ്ങി എല്ലാം സെറ്റ് ചെയ്യുന്ന വീഡിയോ കാണാം. അപ്പം ഞാൻ കോസ്റ്റ്യൂം എല്ലാം ചേഞ്ച് ചെയ്തു, ഗ്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ അവിടെ നിന്ന് സെറ്റ് ചെയ്യാനാണ്. ഇതാണ് ഞാൻ സെറ്റ് ചെയ്ത സാധനം. ഇത് ഓൾറെഡി എൻ്റെ കല്യാണത്തിന് അബിൻ്റെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് തന്നാണ്. അപ്പം ഇതും കൂടെ ബീച്ചിലേക്ക് എടുക്കാമെന്നാണ് എൻ്റെ പ്ലാൻ. സോ വേറെ കുറേ ഐറ്റംസ് എടുക്കാനുണ്ട്. ഞാൻ ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഉടുപ്പാണ് ഞാൻ ഇട്ടേക്കുന്നത്. എൻ്റെ സേവ് ദ ഡേറ്റിന് എടുത്ത ഉടുപ്പാണ്. സോ അപ്പോൾ ഇതാണ്. അപ്പോൾ ബീച്ചിൽ നിന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. സോ ഇപ്പോൾ കണ്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൂടാണ്ട് വേറെയും കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. ഞാൻ ബീച്ചിൽ പോയിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം, എല്ലാം സെറ്റ് ചെയ്തിട്ട് അവനെ വിളിക്കണം, അവനെ കൊണ്ടുവരണം. ഇതൊക്കെയാണ് എൻ്റെ പ്ലാനിങ്. കേക്ക് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് അറിയില്ല. ബീച്ചിൽ ചെന്നിട്ട് നോക്കാം. എന്തിനെല്ലോ കാണിച്ചു വിട്ടുന്നുണ്ട്. കുറേ കാട് പടലും എല്ലാം പറിച്ച് വെച്ചിട്ടുണ്ട്. പെട്ടി ഗ്ലാസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താവും അറിയില്ല. ഗ്ലാസ് ഇവിടെ വെച്ചാൽ പൊട്ടിപ്പോവും. പെട്ടിയിലിട്ട് വെക്കാല്ലേ. ഇട്ടേക്കുന്നത് ഞാൻ ഓരോരു സംഭവത്തിനാണ്. അപ്പോൾ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഞാൻ പ്രൈവറ്റ് ബീച്ചാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇങ്ങനെ പിന്നെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ ബാക്കിലായിട്ട് അധികം ആരും വരാത്തൊരു ബീച്ചാണ്. സോ അവിടെ എനിക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അബീനെ വിളിക്കുന്നതാണ്. എന്നിട്ട് അവൻ വന്ന് കാണണം, ഞങ്ങൾ കേക്ക് മുറിക്കും. അങ്ങനെയാണ് എൻ്റെ പ്ലാനിങ് ഉള്ളത്. കേക്ക് ഞാൻ ചെറിയ ഹാൻഡ് കേക്കാണ് വാങ്ങിയിരിക്കുന്നത്. അവിടെ ഉണ്ട് കേക്ക്. വരേണ്ട സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ സ്പോട്ട്. ഞാൻ ഇവിടെ വെക്കണോ അല്ലെങ്കിൽ ഇവിടെ വെക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കാണ്. മിക്കവാറും ഞാൻ ഇവിടെ വെക്കും. വെള്ളമൊന്നും വരാതിരുന്നാൽ മതിയല്ലോ. ഇവിടെ ആകുമ്പോൾ സെറ്റ് ചെയ്യാൻ ഒക്കെയാണ്, ഫോട്ടോ എടുക്കാനൊക്കെ ഓക്കെയാണ്. നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നൊക്കെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങോട്ട് എവിടെ സെറ്റ് ചെയ്യണം. കാരണം അബ്ബ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. കാണാത്ത സ്ഥലത്ത് സെറ്റ് ചെയ്യാം. ഇവിടെ എങ്ങനെ സെറ്റ് ചെയ്യാം അല്ലേ? നല്ലവർക്ക് തന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ സെറ്റ് ചെയ്തത്. ഇനി മിറണ്ട. എനിക്ക് വേറെ ഒന്നും കിട്ടിയില്ല ഡ്രിങ്ക് ആയിട്ട്. അപ്പം ഞാൻ മിറണ്ടയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് ഞാൻ സെറ്റ് ചെയ്തൊക്കെ വെച്ചേക്കുന്നത്. പൈപ്പൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ്. ഇതൊക്കെ മതി, അങ്ങനെ മതി. പിന്നെ ഇത് ഞങ്ങളെ കല്യാണത്തിന് കിട്ടിയ, ഓൾറെഡി പറഞ്ഞു കല്യാണത്തിന് കിട്ടിയൊരു കിലോണത്. ഇതാണ്. ഇതിനകത്ത് കേക്ക് ഉണ്ട്, ഡയറി മിൽക്കിൻ്റെ. ഇനി മിറണ്ട ഗ്ലാസ്സിലേക്ക് വെച്ച് സെറ്റ് ചെയ്ത് അമ്മീനെ വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എന്താണ് വെക്കട്ടെ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ വേറൊരു മെറ്റീരിയലാണ് എൻ്റെ കയ്യിലുള്ള. സോ അത് കാണുന്നില്ല. തൽക്കാലം ഞാൻ ഈ ഒരു മെറ്റീരിയൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇതൊക്കെ മതി. ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ. അപ്പം ഈ കേക്ക് ഒന്ന് പൊളിക്കാം. റെഡ് വെൽവെറ്റിൻ്റെ കേക്കാണ് ഞാൻ വാങ്ങിയേക്കുന്നത്.
നമുക്കൊന്ന് പൊളിക്കാം. കേക്ക് പൊളിക്കട്ടെ. ഇതാണ് നമ്മളെ കുഞ്ഞി കേക്ക്. ഇതാണ് കേക്ക്. അയ്യാ കേക്ക് മുറിക്കാൻ കത്തിയില്ലല്ലോ. ഇതാണ് കേക്ക്. കേക്ക് മുറിക്കാൻ കത്തിയില്ലല്ലോ. ഗോഡ്, എന്താ ചെയ്യാ? വട്ടവർ ഒന്ന് കൈകൊണ്ട് മുറിക്കാം. ഗായ്സ്, അപ്പം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി അബീനെ വിളിക്കാം. ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. ശരി, നമുക്ക് അബീനെ വിളിച്ചിട്ട് വരാം. ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എഴുതണേ കുറവാൻ. അയ്യോ, മുണ്ട് കൊടുത്ത വരുന്ന ചെക്ക. ഞാൻ അന്നേരം പറയൂ എൻ്റെ വീട്ടുകാര്. അബീന്റെ എക്സ്പെക്ടേഷൻ. കമോൺ, കാട്ടുവാസീനെ പോലെ ഞാന് ഏതാണ്ടാ എന്റെ ചെറിയ സെറ്റപ്പ്. 5 പൈസന്റെ ചെലവില്ലാണ്ട് ഞാൻ സെറ്റപ്പ് ചെയ്യുന്നത് എങ്ങനെയുണ്ട്? ഞാൻ ഫോട്ടോ ഒക്കെ വെക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ. എങ്ങനെയുണ്ട്? ഹലോ ഗൈസ്, ഇതാ ചാത്തന്റെയും അവളെയും വെൻഡസ്ഡേ ഗിഫ്റ്റ് ഇതാ കണ്ടോളൂ. ഇതാ മിരണ്ടയിൽ മദ്യം ഒഴിച്ചു മിക്സാക്കി. കാട്ടോ ആട്ടോ. ഹാപ്പി ബർത്ത്ഡേ. എനിക്ക് തന്നെ പീസ് എന്താ മോനെ മരുന്ന്. ഞാൻ ഇത്ര വലിയ വീഡിയോ കാണല്ലേ, ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഐഫോണോ അത്? അതാ ഇത്ര ക്ലാരിറ്റി. അടുത്തതായി ഇവിടെ വക ഞമ്മക്ക് 500 കിട്ടുന്നതാണ്. ഇടല്ലേ, ഇതിൽ പൈസ തന്നെ. ഫോട്ടോ ഉണ്ടെങ്കിൽ പറയും അടിപൊളിയാണ്. ഹലോ ഗൈസ്, എങ്ങനെ ഫ്രണ്ടാക്കുക ഗൈസ്? ദാ ചാപ്പന്റെ അവിടെയും ഹാപ്പി വാലന്റൈൻസ് ഡേ കഴിഞ്ഞിരിക്കുന്നത്. യൂട്യൂബ് ആണ് ഇവരെ നിങ്ങളെല്ലാം കൂടി സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതാ 500 എത്തട്ടെ ഫോട്ടോത്തിന്. ചേട്ടാ അന്നേരം ഓരോട് പറയും.
യോയോ അപ്പൊ ഞങ്ങളെ കേക്ക് കട്ട് ചെയ്യലെല്ലാം കഴിഞ്ഞു. കേക്കെല്ലാം മുറിച്ച് എന്തെന്നോ ഞാൻ മനസ്സിലായത്. ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പോ സുഹൃത്തിന് കിട്ടിയപ്പോ മനസ്സിലായി ഏകദേശം എന്തൊക്കെയാണ്. അറിയാലോ ഭയങ്കര ആരും അറിയില്ല അതാ അതായത് സാധനമൊക്കെ എനിക്ക് ഫിറ്റ് ചെയ്യാനുള്ള സമയം വേണ്ടേ? ഒരുക്കി കഴിഞ്ഞ എല്ലാവരും ഇപ്പൊ അതൊക്കെ ഞാൻ ഇതിലും വലിയൊരു പ്ലാൻ ചെയ്ത് എന്റെ ആത്മാർത്ഥ സുഹൃത്ത് ഇവിടെ ഇല്ലാണ്ടായിപ്പോ. ഇല്ലെങ്കിൽ ഞാൻ ആരാ പറഞ്ഞു കവി ഇവിടെ ഇല്ലാണ്ടായിപ്പോ. ഇല്ല കർത്താന്